അങ്ങനെ പഞ്ചായത്ത് അംഗം തന്നെയാണ് നടക്കുന്നത്. നമ്മുടെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ, അതിൻ്റെ പരസ്യ പ്രചാരണത്തിൻ്റെ സമയം ഇനി അവശേഷിക്കുന്നത് കൃത്യം 1 മണിക്കൂർ 36 മിനിറ്റ് മാത്രമാണ്. 6 മണിക്ക് പരസ്യ പ്രചാരണം അവസാനിക്കും. ആദ്യഘട്ട പോളിംഗിൽ 7 ജില്ലകളാണ്, തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളാണ് പോളിംഗ് ബൂത്തിലേക്ക് മറ്റന്നാൾ പോവുക. പിന്നീട് 11-ന് മറ്റ് 7 ജില്ലകൾ കൂടി പോളിംഗിലേക്ക് പോകും. 13-നാണ് കേരളം കാത്തിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം ഉണ്ടാവുക. ഇപ്പോൾ 7 ജില്ലകളിലെയും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലേക്ക് പോകാം. പ്രദീപ്, കൊച്ചിയിൽ ആവേശകരമായ പോരാട്ടം തന്നെയാണ്. വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. വികസനം ചർച്ചയായി, വികസനമില്ലായ്മ ചർച്ചയായി, മാലിന്യ പ്രശ്നങ്ങൾ ചർച്ചയായി, അങ്ങനെ ഒരുപാട്. ഒപ്പം 2020 കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നു. അങ്ങനെ പല വിധത്തിൽ മധ്യ കേരളം കുറച്ചുകൂടി വ്യത്യസ്തമായ ചില മത്സര സാഹചര്യം കൂടി ഉണ്ടാകുന്നതാണ്. എങ്ങനെയാണ് ആ കുട്ടിക്കലാശത്തിൽ ആ ഒരു വ്യത്യസ്തതയുണ്ടോ? ഡിവിഷൻ കൊച്ചി കോർപ്പറേഷനിലെ തമ്മനം 41-ാം ഡിവിഷനിലെ കുട്ടിക്കലാശമാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും സമാനമായ ഒരു കാഴ്ചകളാണ്. ഇടത് വലത് മുന്നണികളും NDAയും കൂടാതെ 2020യും ഉൾപ്പെടെ ആവേശകരമായ കുട്ടിക്കലാശം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2020യുടെ സാന്നിധ്യം തന്നെയാണ്. ഇടത് വലത് മുന്നണികൾ തങ്ങൾക്കെതിരെയാണ് എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. എന്തായിരുന്നാലും ത്രികോണ മത്സരത്തിന് ഒപ്പം എറണാകുളം ജില്ലയിൽ ചതുഷ്കോണ മത്സരം തന്നെയാണ് പല ഡിവിഷനുകളിലും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കരുതലിലാണ് മുന്നണികൾ. പരമാവധി ഓരോ വീടുകളിലും കയറിയിറങ്ങി, ഓരോ സ്ഥാപനങ്ങളിലും കയറിയിറങ്ങി ഓരോ വോട്ടും തങ്ങളുടെ പെട്ടിയിലാക്കുന്നതിനുള്ള ശ്രമങ്ങളിലായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നണികൾ. കഴിഞ്ഞ 2 തവണകളിൽ, അതായത് 2020 മുമ്പ് 2 തവണകളിൽ UDF-ആണ് കൊച്ചി നഗരസഭ ഭരിച്ചിരുന്നത്. എന്നാൽ 2020 കൊച്ചി കോർപ്പറേഷന്റെ ഭരണം ഇടതുമുന്നണി പിടിച്ചു. ഈ ഭരണം നഷ്ടപ്പെടാതിരിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് ഇടതുമുന്നണി. എന്നാൽ ഭരണം തിരിച്ചു പിടിക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങൾ UDF നടത്തുന്നു. BJP ആവട്ടെ കരുത്ത് തെളിയിക്കാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് തന്നെ വീരനും വാശിക്കും യാതൊരു കുറവുമില്ലാതെ അങ്ങേയറ്റം പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ് ഇത്തവണ കൊച്ചി കോർപ്പറേഷൻ നടക്കുന്നത്. ഒപ്പം എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ നടക്കുന്നത്, ബ്ലോക്ക് പഞ്ചായത്തിലും നഗരസഭകളിലുമൊക്കെ പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ് ഇത്തവണ നടന്നുകൊണ്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ആകെയുള്ള 14 നഗരസഭകളിൽ 4 മാത്രമാണ് LDF ഉള്ളത്. അതേസമയം തൃപ്പൂണിത്തുറ പോലുള്ള നഗരസഭകളിൽ BJPയും വലിയ ശക്തി കഴിഞ്ഞ തവണ കാണിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ആഞ്ഞു പിടിക്കാൻ തന്നെയാണ് എല്ലാ മുന്നണികളുടെയും തീരുമാനം. ഭരണം തിരിച്ചു പിടിക്കുമെന്ന് കഴിഞ്ഞ തവണ ഭരണം നഷ്ടപ്പെട്ടവർ ഉറപ്പാക്കുമ്പോൾ യാതൊരു കാരണവശാലും ഭരണം വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ് നിലവിൽ ഭരണപക്ഷത്തുള്ളവർ. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിഹേഴ്സൽ എന്നുള്ള നിലയിൽ കൂടിയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ കലാശക്കൊട്ടിലും ആ ഒരു ആവേശം എറണാകുളം ജില്ലയിൽ എമ്പാടും കാണാൻ സാധിക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലായി സ്ത്രീകളുടെയും യുവജനങ്ങളുടെയും ഒക്കെ പങ്കാളിത്തം ഈ കലാശക്കൊട്ടിൽ ഉൾപ്പെടെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സമ്മേളനത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാൻഡ് മേളവും ചെണ്ടയും ഡാൻസും പാട്ടുമൊക്കെയായി അങ്ങനെ ജംഗ്ഷനുകളിൽ തകർക്കുകയാണ് പാർട്ടി പ്രവർത്തകർ. ശരി, നമുക്ക് ആലപ്പുഴയിലേക്ക് കൂടി പോകാം. ആലപ്പുഴയിലെ സക്കറിയ ബസാറിൽ നിന്ന് രഘുനാഥ് നാരായണുണ്ട്. രഘു, തിരുവനന്തപുരത്തും കൊച്ചിയിലുമൊക്കെ അങ്ങ് തകർത്ത് തരിപ്പണമാക്കിയാണ് മുന്നണികൾ. എങ്ങനെയാണ് ആലപ്പുഴ? ആലപ്പുഴയിൽ അങ്ങോട്ട് ആഘോഷത്തിൻ്റെ അല്ലെങ്കിൽ ആവേശത്തിൻ്റെ ഒരു അവസാന ലാപ്പിലേക്ക് എത്തുന്നതേ ഉള്ളൂ. സക്കറിയ ബസാറിലാണുള്ളത്. സാധാരണ നിലയിൽ തെരഞ്ഞെടുപ്പുകളുടെ എല്ലാം കൊട്ടിക്കലാശം അവസാനിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ രൂപവും ഭാവവും ഉള്ളത് സക്കറിയ ബസാറിലാണ്. അതുകൊണ്ട് തന്നെ ഈ ആളുകളൊക്കെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ എത്തിയിട്ടില്ല. അവർ ഈ അവസാന വട്ടം ഒരു ഓട്ടപ്പാച്ചിലാണ്. എല്ലാവരും വാഹന പ്രചാരണത്തിലൊക്കെ ആയിട്ട് നടക്കുകയാണ്. അല്പസമയത്തിനകം അവരെത്തുന്നുള്ളൂ. കാരണം നമുക്ക് ഈ ആളുകളെയൊക്കെ കാണാം. കുട്ടികളും സ്ത്രീകളും ഒക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അവർ ഈ സ്വാഭാവികമായിട്ട് തന്നെ ഇവിടുത്തെ ഒരു കുട്ടിക്കലാശം, സ്ഥിരമായി ഇവിടെ കുട്ടിക്കലാശമുണ്ട് എന്നുള്ള ഉറപ്പ്. ചേട്ടാ, കുട്ടിക്കലാശം കാണുന്നതാണോ? അതെ അതെ. രാഷ്ട്രീയ പാർട്ടികളുടെ ആളാണോ? സ്ഥിരമായിട്ട് ഇവിടെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് വന്നാ? അതെ അതെ, എനിക്കിവിടെ ഷോപ്പുണ്ട്.
അപ്പോൾ ഇങ്ങനെ ആളുകൾ, അതായത് രാഷ്ട്രീയ പാർട്ടികളിലൊന്നും ഇല്ലാത്ത ആളുകളൊക്കെ ഇവിടെ സ്ഥിരമായി ഇങ്ങനെ ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ആ ഒരു ഉത്സവത്തിൻ്റെ ആ ലഹരി ആസ്വദിക്കാൻ വേണ്ടി ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളോട് എത്തുമ്പോഴത്തേക്ക് ഒരു ആവേശത്തിൻ്റെയും ഒരു വാശിയുടെയും അല്ലെങ്കിൽ ഇത്ര ദിവസം നടത്തിയ ഒരു പ്രചാരണത്തിൻ്റെ നമ്മൾ സാധാരണ നിലയിൽ DJ പാർട്ടിയൊക്കെ നടത്തി ചില ഫംഗ്ഷനുകളൊക്കെ അവസാനിപ്പിക്കുന്നതിന് തുല്യമായ രീതിയിലുള്ളൊരു ആവേശ കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് ഒരു 10-15 മിനിറ്റിനകം തന്നെ കാണാൻ വേണ്ടി സാധിക്കും. ശരി ശരി, രഘു പറഞ്ഞ പോലെ അവിടെ അങ്ങ് അവസാന ലാപ്പിലെ ഒരു ചൂട് വരുന്നതേ ഉള്ളൂ. മറ്റു പലയിടങ്ങളിൽ പക്ഷെ അതല്ല സ്ഥിതി. കാണാം, നമ്മുടെ വിൻഡോയിൽ തന്നെ പലയിടത്തും കാണാം. രഘു, ബാക്കി എല്ലായിടത്തും ആവേശപൂർവ്വം ക്രെയിനിലൊക്കെ നിന്നാണ് തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥികളൊക്കെ കൊടി ഉയർത്തിക്കാട്ടി തങ്ങളുടെ ഈ ഒരു പ്രചാരണത്തിൻ്റെ കുട്ടിക്കലാശം കൊഴുപ്പിക്കുന്നത്. ആലപ്പുഴയിലേക്ക് ഞങ്ങൾ വേഗത്തിൽ വരാം, നമുക്ക് അവിടെ ഒന്ന് ചൂട് പിടിക്കട്ടെ. അങ്ങനെ വളരെ സജീവമായി തന്നെ എല്ലാ ഇടങ്ങളിലും പ്രചാരണ പരിപാടികളുടെ ആ ഒരു സമാപനം, ഇത് ഇത്രയും ദിവസം എല്ലാവരും ഇങ്ങനെ ഒത്തൊരുമിച്ച് നടന്ന ഒരു രസവും കൂടിയാണല്ലോ. ഇപ്പോൾ പാർട്ടി ഈ താല്പര്യങ്ങൾക്കപ്പുറത്ത് ഓരോരോ പഞ്ചായത്തുകൾ തിരിച്ച്, വാർഡുകൾ തിരിച്ച് അവരവരുടെ ഇഷ്ടപ്പെട്ട ഏറ്റവും പരിചിതമായ അല്ലെങ്കിൽ കാലങ്ങളായി സൗഹൃദമുള്ള ആളൊക്കെ മത്സരിക്കാൻ രംഗത്തിറങ്ങുമ്പോൾ ആ സൗഹൃദത്തിൻ്റെയൊക്കെ പേരിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുന്ന ആളുകളുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഇതിൻ്റെ ഒരു തിരക്കിലൊക്കെ നടന്നവർക്ക് ഇന്നൊന്ന് ആഘോഷിക്കാനും സന്തോഷിക്കാനുമുള്ള ഒരു സമയമായിട്ട് കൂടി നമുക്ക് ഈ കുട്ടിക്കലാശത്തെ കാണാം. നാളത്തെ ദിവസം വളരെ ശാന്തമായിരിക്കും. എല്ലാവരും അതൊക്കെ വീടുകളിലൊക്കെ കണ്ട് ആളുകളോട് ശാന്തമായി സംസാരിച്ച് ഫോൺ വിളിച്ചും ഒക്കെ ഊർത്തുറപ്പിക്കാനുള്ള ഒരു സമയമാണ്. നമുക്ക് എന്തായാലും തിരുവനന്തപുരത്തെ കാഴ്ചകളിലേക്ക് കൂടി പോകാം.